ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ജൂൺ 13 മുതൽ 15 വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. സ്കിൽ ഇന്ത്യയ്ക്ക് 12 വയസ്സ്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് സ്കിൽ ഇന്ത്യ മിഷൻ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകി ശാക്തീകരിച്ചത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കിൽ ഇന്ത്യ മിഷൻ ആരംഭിച്ചത്. പ്രധാന ലക്ഷ്യങ്ങൾ: നൈപുണ്യ വികസനം, യുവാക്കൾക്ക് ആധുനിക കാലത്തെ തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ പരിശീലനം നൽകുക. തൊഴിലവസരങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് തൊഴിലധിഷ്ഠിത അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഡിജിറ്റലൈസേഷൻ, സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഹബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി സൗജന്യ കോഴ്സുകളും ഓൺലൈൻ പരിശീലനങ്ങളും ലഭ്യമാക്കുക. ന്യൂ FM ട്രാൻസ്മിറ്റർ അറ്റ് ജയ്സാൽമീർ. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ 20 കിലോവാട്ട് ശേഷിയുള്ള പുതിയ FM ട്രാൻസ്മിറ്റർ സ്ഥാപിച്ചു. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വിവരസാങ്കേതിക പ്രക്ഷേപണ മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ്. ലക്ഷ്യം: അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് ആകാശവാണി, ദൂരദർശൻ ഇവയുടെ സേവനങ്ങൾ എത്തിക്കുക. പ്രവർത്തന പരിധി: ജയ്സാൽമീർ നഗരത്തിനു പുറമെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഏകദേശം 80 കിലോമീറ്റർ ചുറ്റളവിലും 20,000 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിലും സംപ്രേഷണം ലഭ്യമാകും. ഓയിൽ സീഡ്സ് കിസാൻ മിത്ര. ഇന്ത്യയിലെ എണ്ണക്കുരു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അഥവാ ICAR പുറത്തിറക്കിയ വാട്സപ്പ് അധിഷ്ഠിത AI ചാറ്റ്ബോട്ടാണ് ഓയിൽ സീഡ്സ് കിസാൻ മിത്ര. കാർഷിക ഉപദേശങ്ങൾ, കീടനിയന്ത്രണം, വളപ്രയോഗം, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് കർഷകർക്ക് വാട്സപ്പിലൂടെ പ്രാദേശിക ഭാഷയിൽ സംശയങ്ങൾ ചോദിക്കാം. NLCIL CSIR MOU. തമിഴ്നാട്ടിലെ നെയ്വേലി ഖനികളിലെ ഖനനാവശിഷ്ടങ്ങളിൽ നിന്ന് അപൂർവ ഭൂമി മൂലകങ്ങളും നിർണായ ധാതുക്കളും വേർതിരിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഗവേഷണം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി NLCIL-ഉം CSIR CECRI-യുമായി ചേർന്ന് 2026 ജൂണിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. ഈ സംരംഭം ഭാരത സർക്കാരിൻ്റെ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സുസ്ഥിരമായ വികസനം ഉറപ്പാക്കാനും ഇത് സഹായിക്കും. നേട്ടങ്ങൾ: ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ പ്രവർത്തന സാങ്കേതിക വിദ്യകൾ, മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ ധാതുക്കൾ ആഭ്യന്തരമായി ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ C295. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും എയർബസും ചേർന്ന് ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ C295 സൈനിക ഗതാഗത വിമാനത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 56 വിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി $2.6 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 40 C295 ട്രാൻസ്പോർട്ടുകളിൽ ആദ്യത്തേതാണ് ഈ വിമാനം. കെയ്ൻ വില്യംസൺ റിട്ടയർമെൻറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുന്നതായി ന്യൂസിലൻഡ് ഇതിഹാസ താരം കെയ്ൻ വില്യംസൺ പ്രഖ്യാപിച്ചു. അവസാന മത്സരം ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരമായിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരം. ശാന്തമായ നേതൃത്വ ശൈലിയിലൂടെ 2016 മുതൽ 2024 വരെ ന്യൂസിലൻഡ് ടീമിനെ കെയ്ൻ നയിച്ചു. പ്രധാന നേട്ടങ്ങൾ: 2021 ഇന്ത്യയെ തോൽപ്പിച്ച് ന്യൂസിലൻഡിനെ പ്രഥമ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട നേട്ടത്തിലേക്ക് നയിച്ചു. കൂടാതെ 2015, 2019 എന്നീ വർഷങ്ങളിലെ ഏകദിന ലോകകപ്പ് ഫൈനലുകളിലും ടീമിനെ എത്തിച്ചു. ഇൻ്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ. ജൂൺ 13 ഇൻ്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ആൽബിനിസം ബാധിച്ച വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങൾ, ദൃശ്യപരത, പ്രതിരോധശേഷി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകാനായി ജൂൺ 13 അന്താരാഷ്ട്ര ആൽബിനിസം അവബോധ ദിനമായി ആചരിക്കുന്നു. 2014 UN ജനറൽ അസംബ്ലി അംഗീകരിച്ചതിന് ശേഷം 2015 മുതൽ വർഷം തോറും ഈ ദിനം ആചരിക്കുന്നുണ്ട്. 2026 തീം പ്രൗഡ്ലി ഇൻ മൈ സ്കിൻ, സെലിബ്രേറ്റിംഗ് ഓൾ സ്കിൻ ടോൺസ്. ഗ്ലോബൽ വിൻഡ് ഡേ. ജൂൺ 15 ഗ്ലോബൽ വിൻഡ് ഡേ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ പാരിസ്ഥിതിക നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ആഗോള ഊർജ്ജ സംവിധാനങ്ങളെ പുനർനിർമ്മിക്കാനുള്ള അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ 15 ആഗോള കാറ്റ് ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ തീം അവർ വിൻഡ് അവർ കമ്മ്യൂണിറ്റി എന്നതാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. അടുത്ത ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേഠിനെ ജൂൺ 13 നിയമിച്ചു. നിലവിലെ ചീഫായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമൊഴിയുന്നതോടെ 2026 ജൂൺ 30 ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. 2026 ജൂൺ 30 മുതൽ 2028 ഓഗസ്റ്റ് 31 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി. വേൾഡ്സ് ഫസ്റ്റ് ട്രില്യനെയർ.
ലോകത്തിലെ ആദ്യ ട്രില്യണയറായി ഇലോൺ മസ്ക്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളുടെ ആസ്തി $1 ട്രില്യൺ കടക്കുന്നത്. സ്പേസ് എക്സിൻ്റെ ചരിത്രപരമായ IPOയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഈ നേട്ടം കൈവരിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.